പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രിയപ്പെട്ട മക്കളെ, ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിലേക്ക് നിങ്ങളെല്ലാവരെയും ഈ അത്ഭുത ദേവാലയ അൾത്താരയിലേക്ക് ഞാൻ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. നമ്മുടെ സന്നിധിയിൽ ദൈവത്തിൻ്റെ പുത്രൻ, സർവശക്തനായ ദൈവം, നിങ്ങളുടെ സങ്കടങ്ങൾ ഒപ്പിയെടുക്കുന്നവൻ, നിങ്ങളുടെ മേലുള്ള നാശകരമായ ജീവികളെയും പ്രകൃതി വിരുദ്ധ ശക്തികളെയും തൻ്റെ വചനം കൊണ്ട് തകർത്തവൻ, ഇത് അപ്പത്തിൻ്റെ രൂപത്തിൽ ഈ ശുശ്രൂഷയിൽ, ഈ അൾത്താരയിൽ എഴുന്നള്ളി വന്നിരിക്കുകയാണ്. മക്കളെ, നമുക്കെല്ലാവർക്കും ഈ പരിശുദ്ധ കുർബാനയിലേക്ക് നോക്കാം. നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ് പരിശുദ്ധ കുർബാന. നിങ്ങളുടെ ആകുലതകൾക്കുള്ള ഉത്തരമാണ് പരിശുദ്ധ കുർബാന. നിങ്ങളുടെ ഭയങ്ങൾക്കുള്ള ഉത്തരമാണ് പരിശുദ്ധ കുർബാന. ഈ പരിശുദ്ധ കുർബാനയിലൂടെ കർത്താവ് ഇന്ന് ഈ അത്ഭുത അൾത്താരയിൽ, കോഴിക്കോട് മദർ ഓഫ് ഗോഡ് കത്തീഡ്രൽ ദേവാലയത്തിലെ, ഈ ഭാരതത്തിലെ ആദ്യത്തെ റോമൻ കത്തോലിക്ക പള്ളിയിലെ ഈ അൾത്താരയിൽ ഇവിടെ നിന്ന് പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ എല്ലാവരുടെ ഹൃദയങ്ങളിലേക്ക് വർഷിക്കുകയാണ്. കർത്താവിൻ്റെ ശക്തി നിങ്ങളുടെ എല്ലാവരുടെയും മേൽ വന്ന് നിറയുക. സങ്കടങ്ങൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ലോകത്ത് പ്രിയപ്പെട്ട മക്കളെ, ഇതാ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന നിങ്ങളോട് പറയുകയാണ്. നിങ്ങൾ കരയേണ്ട, സങ്കടപ്പെടേണ്ട. പ്രിയപ്പെട്ട മക്കളെ, കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് നിങ്ങളെ അനുഗ്രഹിക്കുക. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അച്ഛൻ യൂറോപ്പിലൊക്കെ ചെന്നപ്പോൾ ഒരുപാട് മക്കളെയോട് ഞാൻ ഈ ഡെയിലി ഡെലിവറൻസിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പറഞ്ഞു. അവരെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നിങ്ങളുടെ മേലുള്ള കെട്ടുകൾ അഴിയാൻ, നിങ്ങളുടെ മേലുള്ള ബാധകൾ ഒഴിയാൻ, നിങ്ങളുടെ മേലുള്ള ബന്ധനങ്ങൾ ഒഴിയാൻ. ഇവിടെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കർത്താവ് ഇങ്ങനെ ഒരു 170 കുടുംബത്തിൻ്റെ മേലുള്ള ആഭിചാരത്തിൻ്റെ കെട്ട് അഴിഞ്ഞു പോകുന്നതായിട്ട് ഞാൻ കാണുന്നുണ്ട്. ഇങ്ങനെ ഇനി അവരോട് അതിനെ ഇനി ഭയപ്പെടേണ്ട എന്നൊരു മെസ്സേജ്. കാരണം ഇതുമൂലം എന്ത് ചെയ്തിട്ടും മേൽഗതി കിട്ടാതെ വിഷമിച്ചിരിക്കുന്ന ആ കുടുംബങ്ങളെ കർത്താവ് വിടുവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ക്യാൻസർ രോഗിയെയും അവരുടെ കുടുംബത്തെയും കർത്താവ് ആശ്വസിപ്പിക്കുന്നതായിട്ട് കാണുകയാണ്. അങ്ങനെ നിരവധിയായ കൃപകൾ ചൊരിഞ്ഞുകൊണ്ടിരിക്കുക. ഒരു അമ്മയും മോളും എന്നെ ഇന്ന് കാണാൻ വേണ്ടി വന്നു, ദൂരെ നിന്ന് വന്നതാ. ഒരു പറഞ്ഞ, അച്ഛാ, ഞങ്ങൾ ആദ്യമായിട്ട് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുത്തപ്പോൾ എൻ്റെ മകൾക്ക് ജോലി കിട്ടണമെന്നാണ് അപേക്ഷിച്ചു. അച്ഛാ, അന്ന് മുതൽ ഇന്നേ വരെ അവളുടെ ജോലിക്ക് തടസ്സമില്ല അച്ഛാ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇതിങ്ങനെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ വിദേശത്തുള്ളതും നാട്ടിലുള്ളതുമായ ജോലിക്കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു 1111 പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. 111 ആ നമ്പറാണ് കർത്താവ് കാണിച്ചു തരുന്നത്. 1111 പേരെ കർത്താവ് അനുഗ്രഹിക്കുന്നതായിട്ട് കാണുകയാണ്. പ്രിയപ്പെട്ട, ഒരു ജോലി തടസ്സം മാറുക, അവർക്കൊരു വാതിൽ തുറന്നു കിട്ടുക, അവരുടെ മേലുള്ള ബന്ധനം അഴിക്കുക. കർത്താവ് അതിനിങ്ങനെ അവരെ തടസ്സത്തെ ഇങ്ങനെ ബന്ധിക്കുന്നതായിട്ട് കാണുക, ശാസിക്കുന്നതായിട്ട് കാണുക. പരീക്ഷകൾ എഴുതാനായിട്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ഭയത്തിൻ്റെ മേൽ കർത്താവ് ഇങ്ങനെ കുരിശ് വരച്ച് അവരുടെ ഭയത്തെ ബന്ധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അവരുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തുന്ന അലസത, പഠിക്കാൻ പറ്റാത്ത ആ സാഹചര്യങ്ങൾ, ഇതെല്ലാം ഇങ്ങനെ യേശു ഇങ്ങനെ കരുണക്കൊന്തയിൽ നമ്മൾ കാണുന്ന ദൈവകരുണയുടെ രൂപയിലെ അതിലെ കരമാണ് ഇങ്ങനെ കുരിശ് വരച്ച് വിടുതൽ കൊടുക്കുന്നതായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നത്. പ്രിയപ്പെട്ട മക്കളെ, ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന നിങ്ങൾക്കെല്ലാവർക്കും അനുഗ്രഹമായി മാറട്ടെ. ഇത് നിങ്ങളെല്ലാവർക്കും അയച്ചു കൊടുക്കണം. ലോകം മുഴുവനും ഇത് പ്രചരിക്കണം എന്നുള്ളത് ദൈവത്തിൻ്റെ ആഗ്രഹമാണ്. നിയോഗം വെച്ച് നിങ്ങൾ പ്രാർത്ഥിച്ച് ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുമ്പോൾ, അല്ലെങ്കിൽ അവരെ ഇതിന് പ്രേരിപ്പിക്കുമ്പോൾ കർത്താവ് നിങ്ങളെ ഏറ്റെടുക്കുന്നതായിട്ട് കാണുക. ഇന്ന് നമുക്ക് കിട്ടിയ ദൈവത്തിൻ്റെ വചനം പ്രഭാഷകന.
പ്രഭാഷകൻ 33:1-2 ഇങ്ങനെയാണത്. കർത്താവിനെ ഭയപ്പെടുന്നവന് അനർത്ഥം സംഭവിക്കുന്നില്ല. ആപത്തിൽ നിന്ന് അവിടുന്ന് അവനെ രക്ഷിക്കും. ജ്ഞാനി നിയമത്തെ വെറുക്കുകയില്ല. അതിനോട് ആത്മാർത്ഥതയില്ലാത്തവൻ കൊടുങ്കാറ്റിൽപ്പെട്ട തോണി പോലെയാണ്. ജ്ഞാനി നിയമത്തെ വെറുക്കുന്നില്ല. അപ്പം നമ്മൾ ദൈവകൽപ്പനകളോട്, ദൈവിക കാര്യങ്ങളോട് ആത്മാർത്ഥതയുണ്ടായാൽ മതി. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഒഴുക്കിൽപ്പെട്ടുപോയ തോണി പോലെ ആയിപ്പോകുമെന്ന് വചനം പറയുകയാണ്. ഈ വചനത്തിൽ കർത്താവിനെ ഭയപ്പെടുന്നവര്, കർത്താവിനെ സ്നേഹിക്കുന്നവന് ഇതാണ് നമ്മുടെ ഡെയിലി ഡെലിവറൻസിൻ്റെ ഇന്നത്തെ ആത്മവിശ്വാസം. നമുക്ക് സാധിക്കുന്നവർ എഴുന്നേറ്റ് പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, കെട്ടുകൾ പൊട്ടിക്കാനായി, ആഭിചാരത്തെ ബന്ധിക്കാനായി, എല്ലാ തിന്മകളെ ബന്ധിക്കാനായി പരിശുദ്ധാത്മാവ് കടന്നു വരണമേ. എവിടെ പരിശുദ്ധാത്മാവുണ്ട് അവിടെ സ്വാതന്ത്ര്യമുണ്ട്. ദൈവത്തിൻ്റെ ആത്മാവേ, പരിശുദ്ധാത്മാവേ, പെന്തക്കോസ്തയുടെ ആത്മാവേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ, ഗ്ലോറിയ 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 ഗ്ലോറിയ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. സർവശക്തനായ ദൈവമേ, അജയശക്തിയുടെ ഉത്പാദക, പരാജയത്തിന് അതീതന, സാമ്രാജ്യത്തിന്റെ രാജാവേ, സദാ മഹാവിജയം തേടുന്ന ജേതാവേ, അങ്ങ് ദുഷ്ടശക്തികളെ തകർക്കുന്നു, പാഞ്ഞു നടക്കുന്ന ശത്രുവിനെ പരാജയപ്പെടുത്തുന്നു. തിന്മകളെയും തടസ്സങ്ങളെയും ബന്ധനങ്ങളെയും ദുഃഖങ്ങളെയും അവിശ്വാസങ്ങളെയും മദ്യപാനത്തെയും ലഹരികളെയും തെറ്റായ ജീവിതങ്ങളെയും കോപങ്ങളെയും വെറുപ്പിനെയും കലഹത്തെയും ശത്രുദോഷങ്ങളെ, സർപ്പദോഷങ്ങളെ, പൈശാചിക ബന്ധനങ്ങളെ യേശുവിൻ്റെ നാമത്തിൽ ബഹിഷ്കരിക്കപ്പെടട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഭയത്തോടും വിറയലോടും കൂടെ ഞാൻ അങ്ങയോട് അപേക്ഷിക്കുന്നു. ഈ മക്കളെ ബാധിച്ചിരിക്കുന്ന സകലവിധ നാരകീയ അന്ധകാര സാത്താൻ ശക്തികളെ, തിന്മയുടെ ആധിപത്യങ്ങളെ, നെഗറ്റീവ് എനർജികളെ, ജോലി തടസ്സങ്ങളെ, മാരക രോഗങ്ങളെ, പൈശാചിക പീഡകളെ, തിന്മയുടെ ആധിപത്യങ്ങളെ, എല്ലാ അന്ധകാര ശക്തികളെ യേശുവിൻ്റെ നാമത്തിൽ അവയെല്ലാം വിട്ടുമാറട്ടെ. ശത്രുവിൻ്റെ കെണികള്, മന്ത്രവാദങ്ങള്, കൂടോത്രങ്ങള്, സർപ്പദോഷങ്ങള്, കൈവശ ശക്തികള് ഈ ദൈവജനത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. ഈ വചനം കേൾക്കുന്ന കുടുംബങ്ങള്, ഈ വചനം ഷെയർ ചെയ്യുന്ന കുടുംബങ്ങള്, അവരുടെ ജീവിതത്തിന്, അവരുടെ സുഖത്തിന്, അവരുടെ ശാന്തിക്ക് ദോഷം വരുത്തുന്നവയെല്ലാം കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ ഈ നിമിഷം വിട്ടുമാറട്ടെ. ബന്ധനം അഴിയട്ടെ. അങ്ങയുടെ പരിശുദ്ധ നാമം വിളിച്ചപേക്ഷിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും കർത്താവായ യേശുവിൻ്റെ അധികാരമുള്ള നാമത്താൽ, കത്തോലിക്ക സഭയുടെ ശക്തിയാൽ, പരിശുദ്ധ കുർബാനയുടെ ശക്തിയാൽ അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ. ബന്ധനങ്ങൾ അഴിയട്ടെ, ബാധകൾ ഒഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ. സാത്താൻ്റെ കെട്ടുകൾ, ശത്രുവിൻ്റെ കെട്ടുകൾ, നെഗറ്റീവ് എനർജികൾ, കൂടോത്രങ്ങൾ, മന്ത്രവാദങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഈ ദൈവജനത്തിൽ നിന്ന് വിട്ടുമാറട്ടെ. സ്തുതിച്ച മക്കളെ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അത്ഭുതകരമായ ഡെലിവറൻസ്, അത്ഭുതകരമായ വിടുതൽ, അത്ഭുതകരമായ സൗഖ്യം. ക്യാൻസർ രോഗികൾ സുഖപ്പെടുന്നു, കിഡ്നി രോഗികൾ സുഖപ്പെടുന്നു, ശ്വാസകോശ സംബന്ധമായ രോഗികൾ സുഖപ്പെടുന്നു, അലർജി രോഗികൾ സുഖപ്പെടുന്നു, തലവേദന രോഗികൾ സുഖപ്പെടുന്നു, കാലുവേദന, എല്ലുവേദന, തൊണ്ടവേദന, ശരീരവേദന യേശുനാമത്തിൽ സൗഖ്യം പ്രാപിക്കുന്നു. കുഞ്ഞുങ്ങളുടെ മേലുള്ള ബന്ധനങ്ങൾ, തൊണ്ടയുടെ കെട്ടുകൾ, സംസാരത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ യേശുവിൻ്റെ നാമത്തിൽ വിട്ടുമാറുന്നു. വാർദ്ധക്യ സഹജമായ രോഗങ്ങൾ, ഹല്ലേലൂയ ഹല്ലേലൂയ. ആശുപത്രിയിൽ ഇപ്പോഴുള്ള രോഗികൾ, മാതാപിതാക്കൾ, സഹോദരങ്ങൾ, മാരകമായ രോഗം പിടിപെട്ടിരിക്കുന്നവർ, ക്യാൻസർ പിടിപെട്ടിരിക്കുന്നവർ, ലിവർ സിറോസിസ് ഉള്ളവർ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതൽ നടക്കട്ടെ. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.